ജമ്മു കാശ്മീരിൽ ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരം നൽകി കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് കേന്ദ്ര നീക്കം. സിബി ചേരുന്നു. സിബി, വിശദാംശങ്ങൾ. ഷമ്മി, നമുക്കറിയാം ജമ്മു കാശ്മീരിൽ ഈ വർഷം അവസാനത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. എന്തായാലും ഒരു ജനാധിപത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തി അവിടെ ഒരു സർക്കാർ അധികാരത്തിൽ വരണമെന്ന് സുപ്രീം കോടതി നേരത്തെ തന്നെ ഉത്തരവിടുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ട് ഒരു വിജ്ഞാപനം ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആ ഒരു വിജ്ഞാപനം ഉത്തരവിടുകയും ചെയ്തു. പ്രധാനമായും ഈ പ്രധാനപ്പെട്ട എല്ലാ ഇടങ്ങളിലും ലഫ്റ്റനന്റ് ഗവർണർക്ക് പൂർണ്ണമായും അധികാരം നൽകി. ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി വേണം എന്നുള്ളതാണ് ഈ ഒരു വിജ്ഞാപനത്തിൽ പറയുന്നത്. പോലീസ്, അഴിമതി വിരുദ്ധ വിഭാഗം, അഖിലേന്ത്യാ സർവീസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഇനി ഗവർണറുടെ അനുമതി വേണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഈ ഒരു വിജ്ഞാപനത്തിലുള്ളത്. കൂടാതെ അത് മാത്രമല്ല, പ്രോസിക്യൂഷൻ അനുമതിയും ഉന്നത ഉദ്യോഗസ്ഥ നിയമനങ്ങളിലെല്ലാം തന്നെയും ഇനി ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി വേണമെന്നാണ് ഈ ഒരു വിജ്ഞാപനത്തിൽ പറയുന്നത്. ജയില്, ഫോറൻസിക് ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ അടക്കമുള്ള എല്ലാ നിർണായകമായ ഉത്തരവുകളിലും ഈ ഗവർണറുടെ അനുമതി ഇല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ അനുമതി ലഭിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് സംബന്ധിച്ച എല്ലാ നിലയും ഇപ്പോൾ രാഷ്ട്രപതി ഒപ്പിടുകയും അത് വിജ്ഞാപനമാവുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കം എന്ന് പറയുന്നത്, നമുക്കറിയാം കശ്മീരിൽ ഇപ്പോൾ 370 എല്ലാം തന്നെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ റദ്ദാക്കിക്കൊണ്ട് അവിടെ സമാധാനം പ്രസ്താവിച്ചു എന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നു. പക്ഷെ അവിടെ ഓരോ ദിവസവും കൂടുതലും നമുക്കറിയാം അവിടെ ഭീകരാക്രമണങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇനി ഒരു സർക്കാർ അധികാരത്തിലേറിയാൽ പോലും ഗവർണർക്ക് ഒരു അധികാരം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ കേന്ദ്ര സർക്കാരിന് കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയും. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ അജണ്ട എന്ന് പറയുന്നത്. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ കേന്ദ്ര സർക്കാർ അത്തരത്തിലൊരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ്, അഴിമതി വിരുദ്ധ വിഭാഗം, ജയില്, ഫോറൻസിക്, DGP അടക്കമുള്ള എല്ലാ ഉന്നത ഉദ്യോഗസ്ഥ തലത്തിലെല്ലാം നിലയും അവിടെ അന്തിമമായ തീരുമാനം ഗവർണറുടെ അനുമതി കൂടി ആയിരിക്കും എന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇറക്കിയിരിക്കുന്നത്. ഷമ്മി, സിബി, നമ്മൾ ദില്ലിയിൽ കാണുന്നതാണ് ഈ ലഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്രം പിൻവാതിൽ ഭരണം നടത്തുന്നത് കാഴ്ച നമ്മൾ കാണുന്നതാണ്. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ ഏതൊക്കെ തരത്തിൽ ഉപദ്രവിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ദില്ലിയിൽ ഉപദ്രവിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സമാനമായ ഒരു രീതി തന്നെയാണ് ഇനിയിപ്പോൾ ജമ്മു കാശ്മീരിലും ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ള സൂചനയല്ലേ ഇത്? തീർച്ചയായും ഷമ്മി, അത് തന്നെയാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. കാരണം പൂർണ്ണമായും ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരം നൽകുന്നതാണ് ഈ ഒരു തീരുമാനം എന്ന് പറയുന്നത്. അതായത് പുതിയ വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 2019 ജമ്മു കാശ്മീരിന്റെ പുനഃസംഘടനാ നിയമത്തിന്റെ 55-ാം വകുപ്പിന് കീഴിലുള്ള ഭേദഗതി ചെയ്ത ചട്ടങ്ങളാണ് പിന്നെ വീണ്ടും ഇപ്പോൾ നിയമ ഭേദഗതി ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു വിജ്ഞാപനമായി പുറപ്പെടുവിച്ചിരിക്കുന്നു. സ്വാഭാവികമായും ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരം നൽകുമ്പോൾ അത് കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. നമുക്കറിയാം ദില്ലിയിലും മറ്റുമെല്ലാം നിലയും ലഫ്റ്റനന്റ് ഗവർണർ ഉപയോഗിച്ചുകൊണ്ടാണ് ആ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കം പോലും കേന്ദ്ര സർക്കാർ പലതവണ നടത്തിയതാണ്. സമാനമായ സാഹചര്യം ജമ്മു കാശ്മീരിലും ആവർത്തിക്കാം. എന്തായാലും ഇനിയിപ്പോൾ ഈ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ഈ വർഷാവസാനം ഒരു പുതിയ നിയമസഭ അല്ലെങ്കിൽ പുതിയൊരു ജനാധിപത്യ സർക്കാർ അവിടെ അധികാരത്തിൽ വരണം. അതിനു മുൻപായി തന്നെ ഒരു രാഷ്ട്രീയ അജണ്ടയോട് കൂടി തന്നെ കൃത്യമായി ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരം നൽകുന്ന ഒരു വിജ്ഞാപനമാണ് ഇന്നിപ്പോൾ ഇറക്കിയിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ രാഷ്ട്രപതി അത് ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ദില്ലിക്ക് സമാനമായ സാഹചര്യം കശ്മീരിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഷമ്മി, സിബിയാണ് വിവരങ്ങൾ നൽകിയത്.